നമസ്കാരം. വില്ലേജ് ഫുഡ് ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബോട്ടി ഫ്രൈ ആണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ ബോട്ടി 1 കിലോ. അത് വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 3 സവാള എടുത്തിട്ടുണ്ട്, അത് നന്നായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തേങ്ങാക്കൊത്ത് വേണം, അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാണ് ഇതിന് വേണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ എടുത്തു, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. സവാള ഒരുവിധം വഴക്ക് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചച്ചോവ മാറുന്നതും വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചച്ചവയൊക്കെ മാറി നല്ലത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്താണ്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ഗരം മസാല ആവശ്യത്തിന് നന്നായി ഇളക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി വേവായ ബോട്ടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യും. അത് വേവിച്ച വെള്ളമാണത്. ഇത് കിടന്ന് ഈ അരപ്പൊന്ന് വെന്തതിന് ശേഷം ആ ബോട്ടി ഇതിലേക്കിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കും. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പകുതി വേവായ ബോട്ടി ഇട്ട് കൊടുക്കാം. ഇതിന് ഈ വെള്ളമെല്ലാം വറ്റി നല്ല പരുവായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല വഴറ്റി ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ വഴറ്റി ഫ്രൈ രൂപത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കത് നല്ല രീതിയിൽ വഴറ്റി ഫ്രൈ രൂപത്തിലാക്കിയെടുക്കാം. ബോട്ടി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം.